എല്ലാവർക്കും നമസ്കാരം. മേഘ മൽഹാർ രാഗം വ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ പ്രാധാന്യത്തെക്കുറിച്ച് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിലേക്ക് പോകാം. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് അമ്പലം ഒന്ന് കാണാനായിട്ട് സാധിച്ചത്, അവിടെ പോയി പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ചന്തമേറും തിരുമൗലിയിൽ ചന്ദ്രബിംബം ചാർത്തിയ ദേവാ, ചന്ദനത്തിൽ മുങ്ങുമാദേഹമെന്നുമെൻ ചിന്തയിൽ വിളങ്ങി നിൽക്കേണം. സുന്ദരരൂപ കാമാരി ശങ്കതീർത്തെന്നെ നീ കാക്ക, വൻപിഴും വേളവർ വട്ടത്തെ ശങ്കരാ സ്വയംഭുദേവാ. കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് വേളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം. 7-ാം നൂറ്റാണ്ടിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളാണ് ഇത് നിർമ്മിച്ചതെന്ന് ഐതിഹ്യം. ശിവന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് പരശുരാമൻ തന്നെയാണ്. 2 ശിവന്മാരാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. 2 ദേവതകളെ തെക്കനപ്പനെന്നും വടക്കനപ്പനെന്നും അറിയപ്പെടുന്നു. 2 നാലമ്പലങ്ങളും 2 കൊടിമരങ്ങളും പ്രതിഷ്ഠിച്ചിരിക്കുന്ന സംസ്ഥാനത്തെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വേളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം. 108 ശിവാലയങ്ങളിൽ ഒന്നാണിത്. 700 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. കേരളത്തിലെ നിരവധി പ്രശസ്ത കുടുംബങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ കുടുംബമൂലസ്ഥാന പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രം. കേരളത്തിലെ നിരവധി അറിയപ്പെടുന്ന കുടുംബങ്ങളുടെ മൂലകുടുംബമായാണ് ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. ചേർത്തല പട്ടണത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വടക്കുവശത്തുള്ള വടക്കനപ്പൻ എന്നറിയപ്പെടുന്ന പ്രതിഷ്ഠ യഥാർത്ഥ പ്രതിഷ്ഠയായി കണക്കാക്കപ്പെടുന്നു. തെക്കുവശത്തുള്ള പ്രതിഷ്ഠ തെക്കനപ്പൻ എന്നറിയപ്പെടുന്ന സ്വയംഭൂ വിഗ്രഹമാണ്. ശിവനുമായി അടുത്തു ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നതിനാൽ ക്ഷേത്ര പരിസരത്ത് അധികാരികൾ ഒരു കാളയെ വളർത്തുന്നു. വേളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ നിർമ്മാല്യ ദർശനം നമ്മുടെ കഷ്ടപ്പാടുകൾ കുറയ്ക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരികയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. മറ്റ് ഉപദേവതകൾ മഹാവിഷ്ണു, ശാസ്താവ്, ഗണപതി, യക്ഷിയമ്മ, നാഗപ്രതിഷ്ഠ എന്നിവരാണ്. ഈ ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠയ്ക്ക് തുല്യ പ്രാധാന്യം നൽകുന്നു. ഈ ക്ഷേത്രത്തിൽ ശിവരാത്രി വിപുലമായി ആഘോഷിക്കുന്നു. മലയാള മാസമായ കുംഭത്തിൽ 8 ദിവസം ഉത്സവം ഇവിടുത്തെ ആഘോഷങ്ങളിലൊന്നാണ്. ക്ഷേത്രത്തിന് തൊട്ടടുത്ത് നക്ഷത്രക്കാവ് സ്ഥിതി ചെയ്യുന്നു. ഓരോ നക്ഷത്രങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള വൃക്ഷത്തൈകൾ അവിടെ വെച്ചു പിടിപ്പിച്ചിരിക്കുന്നു. ഭക്തർക്ക് യഥോചിതം തങ്ങളുടെ നക്ഷത്രങ്ങൾക്ക് അനുരൂപമായിട്ടുള്ള വൃക്ഷങ്ങളെ വെള്ളം ഒഴിക്കുന്നതിനുള്ള സൗകര്യവും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിവിശാലമായിട്ടുള്ള ഒരു കുളവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രകൃതി ഭംഗി, പ്രകൃതിയോട് അല്ലെങ്കിൽ പ്രകൃതിയോട് ഏറ്റവും